അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ CMA വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെടീൻ്റെ വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നത്. നമ്മൾ ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഒന്ന് എന്താ വെച്ചാൽ ഇനി നിങ്ങൾ എന്താ പറയുക, നമ്മളിപ്പോൾ 10 മണികൾ 10 കളറ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, കൊറിയർ ചാർജോട് കൂടി. അത് നമ്മൾ തൽക്കാലം അപ്പം നിർത്തി വെച്ച് കേട്ടോ. പൈസ ചെയ്തോൽക്ക് നമ്മൾ കൊടുക്കും, ഒരു ബേജാറാണ്ട. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെടികൾ ഒരുപാട് നമ്മളിങ്ങനെ പൊട്ടിച്ച് പോകുമ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ കമ്പുകളാണുള്ളത് ഇനിയുള്ളത്. അപ്പോൾ എങ്ങനെ ആയാലും പരാതിയാണ്. ചെടി നിങ്ങൾക്ക് വെറുതെ തന്നാലും പരാതിയാണ്. ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ എങ്ങനെ കേൾക്കണം. വെറുതെ നമ്മളെന്തോന്ന് വടി കൊടുത്ത് അടി വാങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറ്റം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കൊടുക്കാണ്ടെന്ന് ആ പ്രശ്നമല്ലല്ലോ. ആർക്കും നമ്മൾ വെറുതെ കൊടുത്തിട്ടല്ലേ നമ്മളിങ്ങനെ ഓരോ കുറ്റങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ കൊടുക്കാണ്ടെന്ന് ആ കേൾക്കണ്ടല്ലോ. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ നിർത്തി വെച്ചിട്ട് അപ്പോൾ പൈസ ചെയ്തോല് ബേജാറാണ്ട. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് കൊറിയർ ചാർജ് ചെയ്തോൽക്ക് അത് കംപ്ലീറ്റ് നമ്മൾ അയച്ചു കൊടുക്കും. അല്ലാണ്ട് ആരെയും പറ്റിച്ചിട്ടുള്ള പൈസയും നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, ഈ ഒരു വരുമാനത്തിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാരല്ല. കാരണം അല്ലാണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വരുമാനം കിട്ടിയിട്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിലെ വരുമാനം കിട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ആക്കാന്നല്ലാണ്ട് നമ്മൾ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടൊന്നല്ല ഈ ഒരു ഇത് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ മെസ്സേജ് അയക്കുന്നെങ്കിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും എന്നും നമ്മൾ നോക്കൂല. നോക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടിയും തരും കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു പ്രയാസം വേണ്ട. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നമ്മളൊന്നും നോക്കിയില്ലാലോ. അപ്പം തന്നെ ഞാനൊക്കെ എന്തെങ്കിലും എനിക്ക് വിചാരിച്ചിട്ട് അന്നേരം കിട്ടണം എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അന്നേരം തന്നെ മറുപടി കിട്ടിയില്ല, നിങ്ങൾക്ക് പ്രയാസം വേണ്ട. അത് ഞാൻ നോക്കായിട്ടായിരിക്കും. വാട്സപ്പ് നോക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു ബിസിനസ് ഉണ്ട്. എന്താ വെച്ചാൽ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, പനങ്കുല ഹെയർ ഓയിൽ എന്ന് പറഞ്ഞൊരു ഹെയർ ഓയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ മെസ്സേജുകൾ ഒരുപാട് നമുക്ക് സ്ഥിരമായിട്ട് ഒരുപാട്. ഇപ്പൊ നമ്മളതിന്റെ തിരക്കെന്ന് പറഞ്ഞത് അതിന്റെ ഷോപ്പൊക്കെ നമ്മൾ തുറക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഓരോ തിരക്കും കാര്യങ്ങളും, പിന്നെ അതുകൊണ്ട് തന്നെ ഈ ചെടി അയക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആ ഹെയർ ഓയിൽ അയക്കാനുണ്ടാവും. നമ്മൾ അങ്ങനെ ഒരുപാട് തിരക്കുണ്ടാവും ചില നോക്കാം. അപ്പോൾ വാട്സപ്പിൽ ഈ മെസ്സേജുകൾ നോക്കുമ്പോൾ എന്താ പറയുക, കുറേ നോക്കാണ്ടായി പോവും, കുറേ നോക്കൂ അങ്ങനെയൊക്കെ. എന്നാലും മാക്സിമം എല്ലാം നോക്കാം. 2 ദിവസം കൂടുമ്പോൾ ഒക്കെ എല്ലാം നോക്കുകയും ആക്കുകയും ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഷൈമ കമൻ്റ് ഇട്ടത് എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. CC തരാം, പിന്നെ കൊറിയർ ചാർജ് തരാം, പിന്നെ 10 മണി മാത്രമേ ഉള്ളൂ എന്നോ അങ്ങനെ എന്തോ ഒരു കമൻറ്റ് കണ്ടേ. അതെനിക്ക് ക്ലിയർ ആയില്ല. നമ്മൾ 10 മണി CC തന്നാൽ 10 മണി 10 കളർ തരാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് എന്തെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. പിന്നെ അതുപോലെ വേറൊരു കമൻറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ എടുത്താൽ ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈകുന്നേരമായിരിക്കും അപ്ലോഡ് ചെയ്യുക, അല്ലെ ഉച്ചക്കായിരിക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾ പൈസ ഉച്ചക്കായിരിക്കും നിങ്ങൾ ചെയ്യുക. നമ്മൾ വീഡിയോ എടുക്കുന്ന ഓൺ ദ വോയിസ് അന്നേരം കൊടുക്കുകയാണ്. ചിലത് നമ്മൾ അല്ലാണ്ട് കൊടുക്കും വോയിസ്. 2 തരത്തിലും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അന്നേരം തന്നെ വോയിസ് കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പൈസ തന്നില്ല എന്ന് ഞാൻ പറയും. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഇതുകൊണ്ട് ഒരാൾ പൈസ തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ്, പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം പൈസ ചെയ്തിട്ടുണ്ടെന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ പിന്നെ നമ്മൾ കുറച്ച് ഭാഗം ഉച്ചക്കോ വൈകുന്നേരം എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പൈസ അപ്പൾക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടെങ്കിൽ തന്നിക്കെന്ന് പറയും. അങ്ങനെയൊക്കെ ആണ് കേട്ടോ അതിൻ്റെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെടുത്തുനിന്ന് ചെടി കിട്ടിയിട്ടില്ലെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾ ചെടികൾ ഉണ്ടാക്കുക കേട്ടോ. ചെടികൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഹോബി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക, ഞാൻ TT ഫാമിലി യൂട്യൂബ് ചാനലില്ലേ, ഓർക്കൊരു ചെടി കൊടുത്തരം ഒരു കമൻറ്റ് ഞാൻ കണ്ട്, ഓർക്ക് ഇപ്പം അത് ആവശ്യമാണെന്ന്. ശരിയാണ്. അപ്പോൾ ഒരുപാട് ചെടികളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും.
ഷെമിയൊക്കെ നല്ലോണം ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ടെൻഷനും കാര്യങ്ങളും ഈ ചെടിയായിട്ട് നമ്മൾ ചെടിയിലേക്ക് ഇറങ്ങിയാൽ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉണ്ടെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയും കേട്ടോ. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, CC അയക്കാൻ നമ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് കണ്ട്. അപ്പോൾ CC അയക്കാൻ നിങ്ങൾ നമ്പർ നമ്മൾ 2-3 വീഡിയോ മുമ്പത്തെ തെമ്മനെ തന്നെ ഉണ്ട് കേട്ടോ. തെമ്മനെ തന്നെ കൊടുത്തിക്ക് നമ്പർ. പിന്നെ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ അങ്ങനെ നമ്പർ നോക്കിയാൽ മതി. തെമ്മനെ തന്നെ കാണാം ഞങ്ങളെ നമ്പർ. പിന്നെ അഡീനിയം തൈകൾ തരുമെന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അഡീനിയം ഏതാണ് തൈ എന്നുള്ളത് വലിപ്പം ഞാൻ കാണിച്ചു തരാം. വേറെ വീഡിയോ ചെയ്യാം. ഇതില് കാണിക്കാം വേണം. ഇത് മതി. അടീനത്തിനായിട്ടൊരു വീഡിയോ ചെയ്യാം നാളെ. അത് ഞാൻ പിന്നെ ചെയ്യാട്ടോ. നാളെ ചെയ്യാം ഇൻഷാ അല്ലാ, നാളെ ചെയ്യട്ടോ. പിന്നെ അതുപോലെ അപ്പൊ നമ്മളെ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളി, കമന്റ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുക, ഒക്കെ പേഴ്സണലായിട്ട് ചോദിക്കുക, നമ്മൾ മറുപടി തരും. നമുക്കൊരു നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ. പനങ്കുല എന്നാണ് പേര്. പനങ്കുല എന്നാ പേര്, ഞങ്ങളെ ഹെയർ ഓയിലിന്റെ പേര് തന്നെയാണ് അതിന് വരുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.